ഈ ഷെർഷയുടെ ഭരണകാലത്ത് നടന്ന പല ഭരണ പരിഷ്കാരങ്ങളും വാസ്തവത്തിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് തന്നെ തുടങ്ങി വെച്ചതാണ്. മുഗൾ ഭരണത്തിന്റെ സുവർണ്ണ കാലമെന്ന് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാമെന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ചരിത്രകാരനായ ഹുവാൻ ഹുയ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്താ ഹുവാൻ ഹു? താഴ്ന്ന ക്ലാസുകളിൽ കുട്ടി പഠിച്ച ചരിത്രകാരന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് ഈ മഹാൻ. BC 200-ാം ആണ്ട് അവസാനം ചന്ദ്രഗുപ്ത മൗര്യൻ ഡച്ചുകാരുമായി ഉണ്ടാക്കിയ ഡച്ച് കരാർ തെറ്റിച്ചുകൊണ്ടാണല്ലോ പ്രസിദ്ധമായ ഡച്ച് യുദ്ധം ഉണ്ടായത്. അതൊക്കെ കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. നിർത്തടോ. അറിയില്ലേ? എനിക്കൊരു സംശയം തീർക്കാനുണ്ട്. കുട്ടി, തേങ്ങ ഈ സംശയങ്ങളൊക്കെ നമുക്ക് പിന്നെ ക്ഷേത്രത്തിലെ 2 ടിക്കറ്റ് എവിടേക്കെങ്കിലും. ഒന്നവന്റെ വാപ്പാക്കായിരിക്കും. തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ, അത് ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലെ തേങ്ങ അടിച്ചതിനെ പറ്റി. അല്ല, അടുത്ത ബസ്സിൽ പോവാ. കുട്ടി നിൽക്കൂ. കുട്ടി, ഇയാൾക്ക് തലയ്ക്ക് എനിക്ക് പറ്റുന്നില്ല. ഞാനൊരു സംശയം ചോദിച്ചെടുക്കാൻ വന്നാണ്. കുട്ടി, അവരൊക്കെ എത്തി. ശരേ വേമ്പാ. മാഷ ഒന്നേ, ഇയാള് എങ്ങോട്ടാ ഓടുന്നത്? വയറിന് സുഖമില്ലേ? മാഷേ ഒന്ന് നിൽക്കാൻ. മാഷേ ഒന്ന് നിന്നേ. മാഷേ ജോജി എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നു. അവിടെ നിന്നില്ലേ എല്ലാരെയും പറ്റിക്കുന്നല്ലേ, എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. എവിടൊക്കെയാണ് അന്വേഷിച്ചു? ആരാ വന്നിരിക്കുന്നേ? അവര് നാട്ടില് എല്ലാം എന്നോട് പറഞ്ഞു. അവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. കയ്യോടെ പിടിച്ചോണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞു. അനിയാരെ, ഞാൻ എല്ലാം തുറന്നു പറയാം. തുറന്നു പറയാനോ? ഈ മാഷ എന്തൊക്കെയാ പറയുന്നത്? മാഷ കാണാൻ നാട്ടിൽ നിന്ന് ഒരാള് വന്നിരിക്കുന്നെന്ന്. ആര്? ഏതോ ഒരു ജോജി. ജോജിയാ? അതെ, ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. അതാണ് എന്റെ മുഴുവൻ പേര്. വർമ്മയാണോ? എന്നെ കണ്ടാ വർമ്മയാണെന്ന് തോന്നൂലേ? കൊള്ളാം. ഒരു തറവാടിക്കും മറ്റൊരു തറവാടിയെ കണ്ടറിഞ്ഞൂടെ? ശരിയാ, മാഷ കണ്ടാലേ അറിയാം ഒരു തറ. വാടിയാണെന്ന് കേട്ടോ മാഷേ. ഈ കുഞ്ഞാലിക്കുട്ടി ഞാനും ചെറുപ്പത്തിലേ ഉറ്റ ചങ്ങാതിമാരാ. ജീവിതം വഴിമുട്ടിയ ഒരു ഘട്ടത്തിൽ ഞാൻ ബോംബെക്ക് നാട് വിട്ടു. അവന് പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കോയാ മനസ്സിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മാഷുപണി എന്നൊക്കെ പറയുന്നത് വെറും ഒരു നേരം പോക്കാ. അല്ലേ അല്ല, അങ്ങനൊരു ഭാവമേ മാഷിനില്ല. ആത്മാർത്ഥത, അച്ചടക്കം, പ്രവർത്തനശേഷി, എളിമ, ഇതൊക്കെ കുഞ്ഞാലിക്കുട്ടി മാഷെ കണ്ടുപിടിക്കണം. അതിനൊക്കെ ക്ലാസ് കൊടുത്തിട്ടല്ലേ ഞാൻ അവനെ ഇങ്ങോട്ട് വിട്ടത്. ജോജി വളരെ നേരത്തെ ബോംബെക്ക് നാട് വിട്ടെന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷേ ഇനി എന്തെങ്കിലും ഒരു മാഷായിട്ട് ജോലി കിട്ടുന്ന കാലത്ത് ഇന്ന വിധത്തിലൊക്കെ പെരുമാറണമെന്ന് ഞാൻ അവന് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവനോട് നല്ല പേരല്ലേ? പിന്നെ കുഞ്ഞാലിക്കുട്ടി മാഷ് എന്ന് പറഞ്ഞാൽ ജീവന ഹാജിയാർക്ക്. മാഷ് കുഞ്ഞാലിക്കുട്ടി, നീ അങ്ങ് വളർന്ന് വലിയ മാഷായി പോയല്ലേ. നീ എന്താ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നത്? ഇത് ഞാനടാ, ജോജി. ജോജി, ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. ഇപ്പൊ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നു. പഴയതൊന്നും മറക്കല്ലേ. എന്തൊരു സ്നേഹ. നീ അങ്ങ് വലുതായി പോയല്ലോ. ഇത് ഹെഡ് മാസ്റ്റർ, ഇത് ഡ്രിൽ മാസ്റ്റർ. എന്റെ പേര് അലിയ. വലൈക്കും അസ്സലാം. നമുക്ക് വീട്ടിലോട്ട് പോവാം. അതെ, പേരെന്താ പറഞ്ഞേ? ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. എന്റെ നന്മയ്ക്ക് വേണ്ടി ബാപ്പ വെച്ച് നീട്ടിയതെല്ലാം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചു. സ്വന്തമായിട്ടെടുത്ത തീരുമാനങ്ങൾക്ക് അല്പം പിഴവ് പറ്റിയപ്പോൾ ഞാനാകെ തകർന്നു പോയി ജോജി. ആ
ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാനുള്ള വെമ്പലായിരുന്നു മനസ്സ് മുഴുവൻ. ജാഫർ ഖാന്റെ ആൾക്കാർ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ വന്നപ്പോൾ ചതിക്കുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായില്ല. സ്റ്റാർ ഹോട്ടലിലെ താമസം, മുന്തിയതരം ഭക്ഷണം എല്ലാം പണം തട്ടിയെടുക്കാനുള്ള പ്രഹസനങ്ങൾ മാത്രമായിരുന്നു. എന്തോ ചില പേപ്പറുകളിൽ ഒപ്പിടിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് അവരെന്നെ ഹോട്ടലിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് എവിടെ വെച്ചാ എപ്പോഴാ അവർ അപ്രത്യക്ഷരായതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പോലീസിൽ പരാതിപ്പെടാമായിരുന്നില്ലേ നിനക്ക്? ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തി ബോംബെയിലെത്തിയ അനേകരുടെ കഥകൾ. അതായിരുന്നു പോലീസുകാർക്ക് പോലും പറയാനുണ്ടായിരുന്ന മറുപടി. ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ 3-4 ദിവസം ഞാൻ അലഞ്ഞു നടന്നു. എങ്ങനെയെങ്കിലും ജാഫർ ഖാനെ കണ്ടെത്തണമെന്ന വാശിയായിരുന്നു മനസ്സ് മുഴുവൻ. കുറ്റബോധത്തിൽ നിന്ന് ഉടലെടുത്ത് അടങ്ങാത്ത പക. ബോംബെയിലെ തെരുവുകളിലും ഹോട്ടലുകളിലുമൊക്കെ അവനെ ഞാൻ തിരഞ്ഞു. ഒടുവിൽ പുതിയൊരു ഇരയെ കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ജാഫർ ഖാനെ ഞാൻ കണ്ടെത്തി. എല്ലാവരുടെയും വിസ ശരിയായിട്ടുണ്ട്. എമൗണ്ട് എല്ലാം റെഡിയാണല്ലോ. പറഞ്ഞ എമൗണ്ട് ഉണ്ട് സാർ. അവർ 20 പേര് റെഡിയായി നിൽക്കുക. നാളത്തെ ഫ്ലൈറ്റിൽ പൊന്തിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് നാട്ടിൽ ചെല്ലാൻ പറ്റില്ല. ഘബറാവോ മത്. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളി. നാളെ നേരം പുലർന്നാൽ ബോംബെ എയർപോർട്ടിൽ നിന്ന് ഗൾഫ് എയറിന് ഫ്ലൈറ്റ് പറന്നാൽ അവരെല്ലാവരും അതിലുണ്ടാവും. ജറൂർ. താങ്ക് യു സാർ. ഓക്കെ, വരട്ടെ. ഇനി വൈകിയാൽ പ്രശ്നമാണ്. നാളെ അവർ യാത്രയ്ക്ക് തയ്യാറായി വരുമ്പോൾ നമ്മൾ ഈ ബോംബെയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കും. ഇവിടെ നമുക്കുള്ള സർവ്വ ബാങ്ക് അക്കൗണ്ടുകളും 4 ദിവസത്തിനകം പോലീസ് മരവിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് എല്ലാ ബാങ്കുകളിൽ നിന്നും അക്കൗണ്ട് വിഡ്രോ ചെയ്തു. 8 കോടി രൂപയ്ക്കുള്ള ഡ്രാഫ്റ്റും ഡോക്യുമെന്റ്സും ഇതിനകത്തുണ്ട്. കസ്റ്റംസ് അധികാരികളുടെ കണ്ണ് വെട്ടിച്ച് വേണം നമുക്കിത് കൊണ്ടുപോകാൻ. ബി കെയർഫുൾ. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് ഇതൊക്കെ. ഇതിവിടെ വെക്കണ്ട. इधर भी रेड हो सकता है. ये आपके साथ ले जाओ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നാളെ എയർപോർട്ടിൽ വെച്ച് കാണാം. खुदा हाफिज.